15th question. A businessman is opening a new restaurant and has budgeted rupees 8 lakh for advertisement for the coming month. He is considering 4 types of advertising. അപ്പോൾ അഡ്വർടൈസിങ്ങിന്റെ ബഡ്ജറ്റ് 8 ലാക്ക് ആണ്. 4 തരം അഡ്വർടൈസ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. 30 സെക്കൻഡ് ടെലിവിഷൻ അഡ്വർടൈസ്മെന്റ്, 30 സെക്കൻഡ് റേഡിയോ കൊമേഴ്ഷ്യൽ, ഹാഫ് പേജ് അഡ്വർടൈസ്മെന്റ് ഇൻ എ ന്യൂസ് പേപ്പർ, full page advertisement in a weekly magazine which will appear 4 times during the coming month. അപ്പോൾ ഒരു 4 തരം ടെലിവിഷൻ ഉണ്ട്, റേഡിയോ ഉണ്ട്, ന്യൂസ് പേപ്പർ ഉണ്ട്, പിന്നെ ഒരു വീക്ക്ലി മാഗസിൻ ഉണ്ട്. ഈ ഓരോ മാഗസിന്റെയും ഈ 4 ഇതിന്റെയും കോസ്റ്റ് ഓഫ് അഡ്വർടൈസ്മെന്റും എക്സ്പോഷറും 50,000 കൂടുതൽ ഇൻകം ഉള്ള ഫാമിലീസിലോട്ടുള്ള എക്സ്പോഷറും 50,000 കുറവും കൂടുതലും ഉള്ള രണ്ടും തന്നിട്ടുണ്ട്. 50,000 കൂടുതലുള്ളവരുടെയും 50,000 കുറവുള്ളവരുടെയും എക്സ്പോഷറും തന്നിട്ടുണ്ട്, ടേബിളിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് തന്നിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് ഇതിനെ ഒന്ന് ഫോർമുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ദ ഓണർ വിഷസ് ടു റീച്ച് ഫാമിലീസ് വിത്ത് ഇൻകം ഓവർ 50,000 ആൻഡ് വിത്ത് ഇൻകം അണ്ടർ 50,000. എമൗണ്ട് ഓഫ് എക്സ്പോഷർ തന്നിട്ടുണ്ട്. ടു ഹാവ് എ ബാലൻസ് ക്യാമ്പയിൻ the owner has determined the following 4 restrictions. 4 restrictions ആണ് തന്നേക്കുന്നത്. There should be no more than 4 television advertisement. അപ്പം ടെലിവിഷൻ അഡ്വർടൈസ്മെന്റ് നമ്മൾ X1 എടുത്താൽ അത് 4 കൂടുതൽ വരാൻ പറ്റത്തില്ല. X1 less than or equal to 4 എടുക്കണം. There should be no more than 4 advertisements in the magazine. അപ്പം മാഗസിൻ്റെ നമുക്ക് less than or equal to 4 ആയിരിക്കണം. There should not be more than 60% of all advertisement in newspaper and magazine. അപ്പോൾ ടോട്ടൽ അഡ്വർടൈസ്മെന്റിന്റെ 60% കൂടുതൽ വരാൻ പാടില്ല. അല്ലെങ്കിൽ ടോട്ടൽ അഡ്വർടൈസ്മെന്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. ഇപ്പൊ 60%-നേക്കാളും കുറവായിരിക്കണം. ന്യൂസ് പേപ്പറും മാഗസിനും കൂടെ ചേരുന്നത്. ദർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 45 lakh എക്സ്പോഷർ ടു ഫാമിലീസ് വിത്ത് ആനുവൽ ഇൻകം ഓവർ 50,000. ആനുവൽ ഇൻകം 50,000 കൂടുതലുള്ളവർക്കുള്ള എക്സ്പോഷർ 45 lakh എങ്കിലും ഉണ്ടായിരിക്കണം. Formulate this problem as an LP model to determine the number of each type of advertisement to be given so as to maximize the total number of exposure. അപ്പം ഓരോ അഡ്വർടൈസ്മെന്റും എത്ര എണ്ണം വെച്ച് വേണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് 4 അഡ്വർടൈസ്മെന്റ് ആണ് ഉള്ളത്. ഈ 4 എണ്ണത്തിന്റെ നമ്പർ നമ്മൾ X1, X2, X3, X4 ആദ്യം ഡിഫൈൻ ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുവാണ്. ലെറ്റ് X1, X2, X3 and X4 be the number of television, radio, newspaper and magazine advertisements respectively. നമ്മൾ X1, X2, X3, X4 എന്ന് പറഞ്ഞ വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുവാണ്. നമ്പർ ഓഫ് ടെലിവിഷൻ അഡ്വർടൈസ്മെന്റ്, നമ്പർ ഓഫ് റേഡിയോ അഡ്വർടൈസ്മെന്റ്, നമ്പർ ഓഫ് ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ്, നമ്പർ ഓഫ് മാഗസിൻ അഡ്വർടൈസ്മെന്റ്സിന്റെ എണ്ണം. അപ്പൊ നമുക്ക് എന്താണ് ഈ ഇത് അഡ്വർടൈസ്മെന്റുകൾ നമുക്ക് ഏറ്റവും എക്സ്പോഷർ നമുക്ക് ഏറ്റവും മാക്സിമം കിട്ടുന്നത് പോലെ ഈ കൺസ്ട്രെയിൻസ് നമ്മുടെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ട്. അങ്ങനെ ഓരോ കൺസ്ട്രെയിൻസും എല്ലാം വെച്ചിട്ട് നമ്പർ ഓഫ് അഡ്വർടൈസ്മെന്റ് കൺസ്ട്രെയിൻ ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് മാക്സിമം എക്സ്പോഷർ കൊണ്ടുവരണം. തന്നിരിക്കുന്ന അങ്ങനെ ഫോർമുലേറ്റ് ദിസ് പ്രോബ്ലം ആസ് ആൻ LP മോഡൽ ടു ഡിറ്റർമിൻ നമ്പർ ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ് ടു ബി given so as to maximize the total number of exposure. അപ്പോൾ നമുക്ക് എക്സ്പോഷർ ആണ് മാക്സിമൈസ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ്പോഷർ ആണ് 2ാമത്തെയും 3ാമത്തെയും കോളത്തിൽ തന്നേക്കുന്നത്. അതിനെ നമുക്ക് മാക്സിമൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ 50,000 ഓവർ 50,000 ആണെങ്കിൽ ടെലിവിഷൻ അഡ്വർടൈസ്മെന്റ് 2 lakh ആൾക്കാരും, റേഡിയോ അഡ്വർടൈസ്മെന്റ് 5 lakh, ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ് 3 lakh, മാഗസിൻ അഡ്വർടൈസ്മെന്റ് 1 lakh ആണ് കാണുന്നത്. അപ്പോൾ അതിനെ വെച്ച് നമുക്ക് ഇതിനെ മാക്സിമൈസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് LP മോഡൽ എന്ന് പറയുന്നത് മാക്സിമൈസ് ടോട്ടൽ എക്സ്പോഷർ ഓഫ് ബോത്ത് ഗ്രൂപ്പ്സ് അണ്ടർ 50,000
എബോവ് 50,000 അതിനെ നമ്മൾ ഇസൽ എന്ന് വിളിക്കുവാണെങ്കിൽ എക്സ്പോഷർ നമ്മൾ എടുക്കുമ്പോൾ ആദ്യം നമുക്ക് ടെലിവിഷൻ നോക്കുവാണെങ്കിൽ അണ്ടറിൽ 3 lakhും ഓവർ 50,000 2 lakhും ഉള്ളു. അപ്പോൾ 2 lakh പ്ലസ് 3 lakh X1 വരും. ഫസ്റ്റ് എക്സ്പോഷർ എന്ന് പറയുന്നത് ടെലിവിഷൻ എക്സ്പോഷർ ആണ്. 2 lakh പ്ലസ് 3 lakh ടെലിവിഷൻ അഡ്വർടൈസ്മെന്റ് എണ്ണം X1 പ്ലസ് ഇനി റേഡിയോ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ 5 lakhും 7 lakhും കൂടെ വരും. 5 lakh പ്ലസ് 7 lakh അത് X2 പ്ലസ് ന്യൂസ് പേപ്പർ 15,000 അത് മാറിപ്പോയി 3 lakh 1.5 lakh പ്ലസ് മാഗസിൻ എന്ന് പറയുമ്പോൾ 1 lakh പ്ലസ് 1 lakh അത് X4 വരും ഇൻറ്റു X4. അപ്പോൾ നമ്മൾ അതിനെ സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതുവാണെങ്കിൽ ആദ്യത്തെ 2 പ്ലസ് 3 5 lakh X1 പ്ലസ് 12 lakh X2 plus 4.5 lakh X3 plus 2 lakh X4. ഇതാണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത്. മാക്സിമൈസ് ദി എക്സ്പോഷർ ആണ് നമുക്ക് ചെയ്യേണ്ടത്. സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ്. സബ്ജക്ട് ടു ദി കൺസ്ട്രെയിൻസ് നമുക്ക് ടെലിവിഷന്റെ എണ്ണോ മാഗസിന്റെ എണ്ണോ ഒരു കൺസ്ട്രെയിൻ ആയിട്ട് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടെലിവിഷൻ അഡ്വർടൈസ്മെന്റ് 4ൽ കൂടുതൽ പാടില്ല. അപ്പം X1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ടെലിവിഷൻ്റെത്. പിന്നെ മാഗസിനും 4ൽ കൂടുതലില്ല. അപ്പോൾ മാഗസിൻ്റെ നമ്മൾ X4 ആണ്, അതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആയി. അപ്പോൾ 2 എണ്ണമായി. There should not be more than 60% of all advertisement in newspaper and magazine put together. അപ്പം ന്യൂസ് പേപ്പറും മാഗസിനും എന്ന് പറയുമ്പോൾ X3 പ്ലസ് X4 ആണ്. അപ്പം ന്യൂസ് പേപ്പറും മാഗസിനും കൂടെ പുട്ട് ടുഗദർ എന്തായിരിക്കണം? നോട്ട് മോർ ദാൻ 60% എന്ന് പറയുമ്പോൾ ടോട്ടലിന്റെ 60% കുറവായിരിക്കണം. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60/100 ഇൻറ്റു ടോട്ടൽ എന്ന് പറയുമ്പോൾ X1 പ്ലസ് X2 പ്ലസ് X3 പ്ലസ് X4 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ടെലിവിഷന്റെ എണ്ണം പറഞ്ഞു, പിന്നെ മാഗസിന്റെ എണ്ണം നമ്മൾ പറഞ്ഞു, പിന്നെ മാഗസിനും ന്യൂസ് പേപ്പറും കൂടെ ഉള്ളത് മൊത്തത്തിൽ 60% കുറവായിരിക്കണം. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ X3 പ്ലസ് X4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.6 ഇൻറ്റു X1 പ്ലസ് X2 പ്ലസ് X3 പ്ലസ് X4. ഇനി നമുക്ക് ഈ ഒരു ഇത് തന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പം X3 മൈനസ് 0.6, അപ്പോൾ നമുക്ക് മൈനസ് 0.6 X1 മൈനസ് 0.6 X2 പ്ലസ് 0.4 X3 പ്ലസ് 0.4 X4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. എല്ലാം കൂടെ ഒരു സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഫസ്റ്റ് കൺസ്ട്രെയിൻ ഇതായിരുന്നു, ഇത് സെക്കൻഡ് കൺസ്ട്രെയിന്. തേർഡ് കൺസ്ട്രെയിന് നമ്മൾ സിംപ്ലിഫൈഡ് ഫോമിൽ കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതാണ് തേർഡ് കൺസ്ട്രെയിൻ വരുന്നത്. ഇനി നാലാമതൊരു കൺസ്ട്രെയിൻ പറഞ്ഞേക്കുന്നത് there must be at least 45 lakh exposure to families with annual income over 50,000. അപ്പോൾ ആനുവൽ ഇൻകം ഓവർ 50,000 ഉള്ളത്, അത് നമുക്ക് ഓവർ 50,000 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കോളത്തിൽ വരുന്നത് 2 lakh 5 lakh 3 lakh 1 lakh, അത് മൊത്തം വരുമ്പം 45 lakh കൂടുതൽ ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് 45 lakh എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 lakh X1 പ്ലസ് 5 lakh X2 പ്ലസ് 3 lakh X3 പ്ലസ് 1 lakh X4 ലെസ് ദാൻ ഓർ അറ്റ്ലീസ്റ്റ്, അപ്പം ഗ്രേറ്റർ ദാനോ അറ്റ്ലീസ്റ്റ് ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 lakh. മിനിമം 45 lakh എങ്കിലും ഉണ്ടായിരിക്കണം. അപ്പം നമുക്കിത് 2 lakh X1 പ്ലസ് 5 lakh X2 പ്ലസ് 3 lakh X3 പ്ലസ് 1 lakh X4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 lakh എന്ന് കിട്ടും. പിന്നെ നമുക്ക് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ആണുള്ളത് X1 X2 X3 X4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതുകൊണ്ട് നമുക്ക് എഴുതണം X1 X2 X3 X4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു
0. ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് വെച്ചിട്ട് നമ്മൾ ആദ്യം 4 വേരിയബിൾസ് ഡിഫൈൻ ചെയ്തു. എത്ര ടെലിവിഷൻ അഡ്വർടൈസ്മെൻറ്റ് വേണം, എത്ര മാഗസിൻ അഡ്വർടൈസ്മെൻറ്റ് വേണം, എത്ര റേഡിയോ അഡ്വർടൈസ്മെൻറ്റ് വേണം, എത്ര ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റ് വേണം. അങ്ങനെ X1, X2, X3, X4 ഡിഫൈൻ ചെയ്തു. നമുക്ക് ടോട്ടൽ എക്സ്പോഷറാണ് വേണ്ടത്. അപ്പോൾ എക്സ്പോഷർ ഇൻറ്റു ടെലിവിഷൻ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പോഷർ ഇൻറ്റു അതിൻ്റെ നമ്പർ ഓഫ് അഡ്വർടൈസ്മെൻറ്റ്, അങ്ങനെ ഓരോന്നും ആഡ് ചെയ്തപ്പോൾ നമുക്ക് മാക്സിമൈസ് എക്സ്പോഷർ കിട്ടി. കൺസ്ട്രെയിൻസ്: ടെലിവിഷൻ മാക്സിമം 4 പറ്റുള്ളൂ, മാഗസിന് 4 പറ്റുള്ളൂ, പിന്നെ മാഗസിനും ന്യൂസ് പേപ്പറും കൂടെ ചെയ്യുന്നത് ടോട്ടലിൽ 60% പറ്റുള്ളൂ. പിന്നെ അവസാനം എക്സ്പോഷറിന്റെ കൺസ്ട്രെയിൻസ് തന്നേക്കുന്നത് 50,000 കൂടുതൽ ഇൻകം ഉള്ളവരുടെ മിനിമം 45 ലാഖെങ്കിലും എക്സ്പോഷർ വേണം. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 ലാഖ് ഫോമിൽ എഴുതണം. എന്നിട്ട് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻ നമ്മൾ X1, X2, X3. നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻ എല്ലാത്തിനും ഉണ്ട്. X1, X2, X3, X4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.